പുറത്തു വരുന്ന ചില കാര്യങ്ങൾ കണ്ടില്ലേ എന്ന ചോദ്യം പേരാമ്പ്രയിൽ നിന്ന് വരുന്നുണ്ട്. ഖൗമിന്റെ കുട്ടി അനൗൺസ്മെന്റ് നൊച്ചാട് പഞ്ചായത്തിലെ ചാലിക്കരയിൽ നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആവളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെ വിവാദമായത്. പ്രാദേശികമായി സംഭവിച്ചതാകാം എന്നതായിരുന്നു LDFന്റെ വിശദീകരണം. നമുക്ക് അപ്പോൾ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. അപ്പോ അത് വെറുമൊരു അനൗൺസ്മെന്റ് അല്ല. അശ്വിൻ വല്ലത്തിനോട് തന്നെ ചോദിക്കാം. അശ്വിൻ വല്ലത്ത്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ആവളയിൽ കേട്ടത് തന്നെയാണോ നൊച്ചാടും ഇപ്പോൾ കേട്ടത്, നമ്മളിപ്പോൾ കേട്ടത്? മാത്രവുമല്ല അശ്വിൻ, ഈ TP രാമകൃഷ്ണന്റെ ഇന്നലത്തെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് അതെന്തോ ഒറ്റ സ്ഥലത്ത് നടന്ന ഒന്നാണ് എന്ന മട്ടിലായിരുന്നു. ഔദ്യോഗികമായ അനൗൺസ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പെൻഡ്രൈവ് തെളിവായി നൽകാമെന്നൊക്കെ ഇത് 1-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയപ്പോൾ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഏകദേശം സമയത്ത് 1-ാം തീയതി ബുധനാഴ്ച അതുവഴി പോയതാണ്. അതിന്റെ CCTV ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടതും കേട്ടതും. അതെ, അപ്പൊ അതുകൊണ്ട് ഒരു പെൻഡ്രൈവ് തെളിവായി തന്നാൽ തീരുന്നതല്ല ഈ വിവാദത്തിന്റെ വ്യാപ്തി എന്ന് ഈ പുതിയ തെളിവുകൾ പറയുന്നില്ലേ അശ്വിൻ? സുജയ, വേണു, സുപ്രഭാതം. ഏതായാലും ഈ LDFന്റെ ഡിഫൻസ് തകർക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ ദൃശ്യങ്ങൾ. അതൊരു വാഹനം മാത്രമായിരുന്നില്ല, ഒരു സ്ഥലത്ത് പ്രാദേശികമായി സംഭവിച്ച ഒരു പിഴവായിരുന്നില്ല അത് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചാലിക്കര കൂട്ടാൾട റോഡ്, ഈ റോഡിൽ ആ അനൗൺസ്മെന്റ് വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, നൊച്ചാട് പഞ്ചായത്ത്, ആവള പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ്. അങ്ങനെ പ്രാദേശികമായിട്ട് സംഭവിച്ച എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണോ ഈ അനൗൺസ്മെന്റ്? നമ്മൾ കണ്ട ആ CCTV ദൃശ്യമുള്ള സ്ഥലത്താണോ അശ്വിൻ ഇപ്പോൾ നിൽക്കുന്നത്? ഈ CCTV ദൃശ്യങ്ങൾ കാണുന്ന ഈ നൊച്ചാട്ടെ ചാലിക്കര പഞ്ചായത്ത്, ചാലിക്കരയിലെ ചാലിക്കര കൂട്ടാളുടെ റോഡാണ് ഈ കാണുന്നത്. ഈ കാണുന്ന കെട്ടിടത്തിൽ, ആ പച്ച പെയിന്റ് കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ ചോദിക്കാൻ കാര്യം, അശ്വിൻ വല്ലത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ മാവിന്റെ അല്ലെങ്കിൽ ആ മരത്തിന്റെ തണലിൽ നിന്ന് ആ അനൗൺസ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള ആ കെട്ടിടത്തിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഈ അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുമ്പോൾ, അതുവഴി കടന്നു പോകുമ്പോൾ അത് നേരിട്ട് കേട്ടവരുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രതികരണം കൂടി വന്നാൽ CCTV പ്ലസ് റിയൽ ടൈം ഫുട്ടേജായി അത് മാറുകയാണ്. അശ്വിൻ അതുകൂടി ഒന്ന് ട്രൈ ചെയ്യണം. അശ്വിൻ തുടർന്നോളൂ. നമ്മൾ ചോദിച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് ഇത് കേട്ടവരാരും, ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു, പക്ഷേ ആ അനൗൺസ്മെന്റ് കേട്ടവരാരും ഇവിടെ ഇല്ല. ഇതിപ്പോൾ UDF പ്രവർത്തകർ പേരാമ്പ്ര മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കാരണം അവർക്ക് തെളിയിക്കേണ്ടത് ഇത് ഒരു സ്ഥലത്ത് മാത്രം സംഭവിച്ചതല്ല, LDF കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പ്രചാരണമാണ്. മണ്ഡലത്തിൽ എല്ലായിടത്തും LDF നടത്തുന്ന ഒരു പ്രചാരണമാണ്. ഈ ഖൗമിന്റെ കുട്ടി, വേണുബാലകൃഷ്ണൻ, അശ്വിൻ തുടരണം. ഈ പേരാമ്പ്രയിൽ ഉള്ള ഈ വിവാദ അനൗൺസ്മെന്റ് ഖൗമിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ അത് ഒരു വോട്ട് ചോദിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പരാമർശമാണ്. അപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ എപ്പോഴൊക്കെ മത്സരിക്കുന്നു അപ്പോൾ വർഗീയതയെ തോൽപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഇടതുമുന്നണി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ ഖൗമിന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ. ഖൗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഖൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത. അപ്പോൾ ആ മുസ്ലിം ജനത, സമുദായം, ആ ഒരു സമുദായത്തെ മുസ്ലിം എന്നുള്ള ആ ഒരു ഫാക്ടറിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുസ്ലിം കുട്ടിയാണ് എന്നുള്ളത് തന്നെയാണ് ഖൗമിന്റെ കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അല്ല, അത് ശരി തന്നെയാണ്. അത് തെറ്റല്ല. ഖൗമിന്റെ കുട്ടി എന്ന് പറയുന്നത് സമുദായത്തിന്റെ കുട്ടി എന്ന് പറഞ്ഞ് മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്നാണ് പറയുന്നത്. അത് വലിയ ബുദ്ധിമുട്ടിലാക്കും LDFനെ. കാരണം ഇന്നലെ ആകെ വിഷമിച്ചു ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ TP രാമകൃഷ്ണൻ. MA ബേബി TP രാമകൃഷ്ണൻ അത് വിശദീകരിച്ചല്ലോ എന്ന് പറഞ്ഞ് കൈയൊഴിയായിരുന്നു. TP രാമകൃഷ്ണൻ അത് വൃത്തിയായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പേരാമ്പ്രയിൽ സാദിഖലി തങ്ങൾ പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം നോട്ടമിട്ട് നടത്തിയ ഒരു പ്രചാരണം രീതിയാണ് എങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഫലങ്ങൾ അവിടെ മാത്രം ചുരുങ്ങില്ല. അത് ആശങ്കയുണ്ടാക്കുന്നതാണ്, ആപത്തുണ്ടാക്കുന്നതാണ്. LDFനെ സംബന്ധിച്ച് ഒട്ടും ശരിയല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചാരണ രീതിയായിരുന്നു അത്. അപ്പോൾ LDFന്റെ ആ ഒരു പ്രചാരണം ഒന്നും പഠിച്ചില്ല അല്ലേ കൂട്ടര്? അല്ല, കാഫർ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഖൗമിലെ കുട്ടി. അപ്പോ കുട്ടിയെ ജയിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് രാഷ്ട്രീയ ചോദ്യം.
അതെ അതെ, അത് ഈ വിധത്തിൽ എന്തായാലും പ്രചാരണത്തിലേക്ക് പോകുന്നു. അതും TP യെ പോലെ ഒരാൾ. വിവാദ അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോൾ ഈ കേട്ടത് എന്താണ്? അതോ ഇതും ഇനി കൃത്രിമമായി നിർമ്മിച്ചതാണോ? ഈ അനൗൺസ്മെന്റ് നേരിട്ട് കേട്ടവരുണ്ടോ എന്ന് ഞാൻ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. കാരണം അദ്ദേഹം ഇത്രയും ഉറപ്പോടെ പറയുമ്പോൾ സംശയം ഞാൻ തിരിച്ചു വെച്ചോട്ടെ. ഈ ഔദ്യോഗിക വാഹനം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പറയുന്ന വണ്ടിയുടെ നമ്പർ, ഈ പറയുന്ന അതിന്റെ മറ്റ് ലൈസൻസുകൾ, മാത്രമല്ല അതിലെ റെക്കോർഡിംഗ് അത് പാർട്ടി ഓഫീസിലുണ്ടാവും. അല്ല, ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്താൽ മാത്രമേ ഇത് അനുമതി കിട്ടൂ. അതിനകത്ത് ഈ പെൻഡ്രൈവ് മാത്രം ഒളിച്ചങ്ങ് കയറിയിരുന്ന് സ്വയം അങ്ങ് അനൗൺസ്മെന്റ് നടത്തില്ലല്ലോ. അതെ, പെൻഡ്രൈവിന് ഒറ്റയ്ക്ക് സാധ്യവുമല്ല. നിലവിലത്തെ സാങ്കേതിക സംവിധാനങ്ങളിൽ ഒറ്റയ്ക്ക് വന്ന് ഓടിക്കയറാൻ പറ്റുന്ന ഒരു സംവിധാനമല്ലല്ലോ അത്. അപ്പോൾ ഇതിലൊരു വിശദീകരണം വേണം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവിടെ പറയേണ്ടിയിരിക്കുന്നു. ഈ അനൗൺസ്മെന്റ് അത് ഈ തെരഞ്ഞെടുപ്പിൽ 9-ാം തീയതി വരെ മുഴങ്ങും. ഈ അനൗൺസ്മെന്റിനെ കുറിച്ചുള്ള വിവാദവും മുഴങ്ങും എന്നുള്ളത് ഉറപ്പാണ്. അവസാനം ഇങ്ങനെ വിളിച്ച് നമ്മുടെ സർവേയിൽ ഫാത്തിമയ്ക്ക് ഒരു എഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ എഡ്ജിനെ മറികടക്കേണ്ട TP രാമകൃഷ്ണൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്.